ശങ്കരൻ്റെ മുതുകിൽ വീണ അടിയുടെ ശബ്ദം. മന്ദാകിനി ജ്യേഷ്ഠൻ്റെ കാലുകളിൽ പിടിച്ചു തള്ളരുതേ എന്നപേക്ഷിച്ചു. അവൾക്കും കിട്ടി രണ്ടടി. അയാളുടെ കൈകൾ ബലഹീനമായതോടെ ആ രംഗത്തിന് തിരശ്ശീല വീഴുകയായിരുന്നു. തൻ്റെ ശങ്കരേട്ടൻ എന്തിനിങ്ങനെ ഭീരുവാകുന്നു? മന്ദാകിനിക്ക് ആ രംഗങ്ങൾ വീണ്ടും തികട്ടി വന്നു. ഒരു ഭീരുവിൻ്റെ പത്നിയാകുന്നതിൽ പരം അപമാനം മറ്റൊന്നില്ല. കിടക്കയിൽ കിടന്ന മന്ദാകിനി പുളഞ്ഞു. ശരീരത്തിനേക്കാളേറെ മനം നൊന്ത് എത്ര നാളിങ്ങനെ കഴിയും? വിവാഹം കഴിഞ്ഞ വർഷം 1 പക്ഷേ ഇന്നും തങ്ങൾക്കിടയിൽ അന്യത നിലനിൽക്കുന്നു. ഇരുമുറികളിൽ കഴിയാൻ വിധിക്കപ്പെട്ടവർ. അന്നു രാവിൽ മന്ദാകിനി അറിഞ്ഞു, തൻ്റെ കിടക്കയ്ക്കു സമീപം മറ്റൊരാൾ. അതു തൻ്റെ ശങ്കരേട്ടനല്ല. അലറിയതു മാത്രമേ ഓർമ്മയുള്ളൂ. ബലിഷ്ഠമായ കരങ്ങളാൽ ഇറുക്കിയണച്ച അയാൾ ഓടിമറഞ്ഞു. മന്ദാകിനി തളർന്നു. നന്നായി അടച്ച വാതിൽ തള്ളി തുറന്ന് കയറിയതാര്? ശരീരം പൊടിച്ചു നുറുക്കിയതുപോലുള്ള അവസ്ഥ. അത് തൻ്റെ ശങ്കരേട്ടനായിരുന്നെങ്കിലെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു. തൻ്റെ വിരൽത്തുമ്പിലൊരു സ്പർശം. അതുമാത്രമേ ഇന്നും ശങ്കരേട്ടനറിയൂ. തൻ്റെ ഉള്ളിലുണർന്ന പുതിയ വികാരത്തെ മന്ദാകിനി ഭയത്തോടെ ഓർത്തു. അന്ന് പുലർച്ചയിലെ ശങ്കരൻ്റെ ഉണർച്ചയിൽ മന്ദാകിനിയും ഒപ്പം കൂടി. എണ്ണ തേച്ചു വന്ന മന്ദാകിനിയെ ശങ്കരൻ സാഗൂതം വീക്ഷിച്ചു. കുളിമുറിയിൽ കുളിച്ചാൽ മതിയെന്ന വാക്കിനെ അവൾ എതിർത്തു. ആ എതിർപ്പും ശാഠ്യവും അവനൊപ്പം അവളെയും കൂട്ടി. മാനത്തെ ചന്ദ്രലേഖ അന്ന് പതിവിലേറെ ശോഭാമയമായിരുന്നു. തനിക്കൊപ്പം വന്ന പത്നിയെ ആ ഭംഗിയിൽ ഒന്ന് നോക്കാൻ പോലും ശങ്കരൻ ഭയന്നു. ശങ്കരേട്ടൻ ആരെയാ ഭയക്കണേ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. വേഗം കുളിച്ചോളൂ, ഏട്ടനെങ്ങാനും ഇവിടെ വന്നാൽ. ശങ്കരന് ഭീതി തോന്നി. തലേന്നാളിലെ തൻ്റെ മുറിയിലെ കാര്യം മന്ദാകിനി ഒളിച്ചു വെച്ചു. മുങ്ങി നിവരുന്ന ശങ്കരനെ അവൾ ആശയോടെ നോക്കി. ശങ്കരേട്ടാ, നമുക്കിങ്ങനെ ജീവിച്ചാൽ മതിയോ? തല തുവർത്തി ശങ്കരൻ അതിന് മറുപടി പറഞ്ഞതിങ്ങനെ, സാരമില്ല, എല്ലാറ്റിനും ഒരു സമയമുണ്ടാവും.